പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഹോറോപള്ളിയുടെ മുൻവശത്താണ്. അപ്പോൾ എൻ്റെ തൊട്ട് മുന്നിൽ ഒരു സ്ഥാപനമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്ത പുതുപ്പള്ളിയിലെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഷൂരിറ്റി ഫോക്സ് എന്ന സ്ഥാപനമാണ്. അപ്പോൾ ഇൻഷുറൻസ് സംബന്ധമായ സേവനങ്ങളൊക്കെയാണ് ഈ സ്ഥാപനം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, ഇത് പുതുപ്പള്ളിക്കാർക്ക് എന്തുമാത്രം ഇതിൻ്റെ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താമെന്നുള്ളതിനെപ്പറ്റി നമുക്കിതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാം. അതുകൂടാതെ പുതുപ്പള്ളിക്കാർക്ക് ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. കാരണം 20 വേക്കൻസി ഇപ്പം തന്നെ ഒരു 10-20 അടുത്ത് സ്റ്റാഫുകളോളം ഇവിടെ ഉണ്ട്. എങ്കിലും പുതുതായിട്ടൊരു 20 വേക്കൻസിയും കൂടെ ഉണ്ട്. അത് നമ്മുടെ പുതുപ്പള്ളിക്കാർക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ എല്ലാം അദ്ദേഹം പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നാളെ തന്നെ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്ത്, നമ്മുടെ തൊട്ടടുത്തൊരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യമുള്ളൊരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥാപനവും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഒന്ന് കണ്ടറിയാം. പുതുപ്പള്ളി തെങ്ങണ റോഡിൽ ഹോറോപള്ളിക്ക് ഓപ്പോസിറ്റായിട്ടാണ് ഷൂരിറ്റി ഫോക്സ് എന്ന ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷൻ ചടങ്ങുകളൊക്കെ. നിങ്ങൾ കണ്ടു കാണും വീഡിയോയ്ക്കകത്ത്. നമ്മുടെ പുതുപ്പള്ളി ബഹുമാനപ്പെട്ട MLA ചാണ്ടി ഉമ്മനും ചാണ്ടി ഉമ്മനോടൊപ്പം തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുത്ത ചടങ്ങാണ്. അപ്പം ഈ സ്ഥാപനം ഇൻഷുറൻസ് സംബന്ധമായ സേവനങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 20 വേക്കൻസിയോളം ഉണ്ട്. അത് നമ്മുടെ പുതുപ്പള്ളിക്കാർക്ക് മാത്രമുള്ളതാണെന്നാണ് അതിൻ്റെ ഉടമ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദവിവരങ്ങളെല്ലാം കാണാൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്കണം. നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ മറ്റുള്ള ആർക്കെങ്കിലും ജോലി ആവശ്യമുള്ളവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ഇനാഗ്രേഷനോടെ പങ്കെടുത്തുവെങ്കിലും ഈ സ്ഥാപനത്തെ പറ്റിയുള്ള പൂർണ്ണമായ വിവരം എനിക്കന്ന് കിട്ടിയില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചു, ഇത് എന്താ സംഭവം, ഇൻഷുറൻസ് എന്നുള്ള മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇൻഷുറൻസ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്, അതുപോലെ 2 വീലർ 4 വീലർ അങ്ങനെയുള്ള ഇതിൻ്റെ ഇൻഷുറൻസ് ഉണ്ടോ, അതോ ഹെൽത്തിൻ്റെ, അങ്ങനെ എല്ലാ ഡീറ്റെയിലും ഉണ്ടോ, അതിനെപ്പറ്റിയുള്ള പൂർണ്ണമായിട്ടൊരു വിവരം ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടാണ്. അല്ല, കുഴപ്പമില്ല, ഞാൻ പറയാം. ഞങ്ങൾ ആക്ച്വലി 2.5 വർഷമായിട്ട് നമ്മൾ ഈ സ്ഥാപനം റൺ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ നമ്മൾ ഓഫീസായിട്ട് ഇരുന്നത് കോട്ടയത്ത് നാമടുത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നാട്ടിലോട്ട് മാറുന്ന ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തുടങ്ങിയതാണ്. പിന്നെ അത് നമ്മൾ ചെയ്യുന്ന മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് തന്നെയാണ്. ഇൻഷുറൻസിനകത്ത് എല്ലാം, ലൈക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, മോട്ടോർ പോളിസീസിനകത്തെല്ലാം, പിന്നെ ഗ്രൂപ്പ് പോളിസീസ്, അത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള, സ്ഥാപനങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയർ പോളിസീസ്, വീടിൻ്റെ ഇൻഷുറൻസ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ലാർജ്ലി നമ്മൾ അസോസിയേറ്റ് ചെയ്തേക്കുന്നത് യുണൈറ്റഡ് ന്യൂ ഇന്ത്യ പോലുള്ള സ്ഥാപനങ്ങളെടുത്താണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും, ഞാനും അതേ വൈഫും അതേ, ഞങ്ങൾ 2 ബ്രോക്കേഴ്സായിട്ടാണ് നിലവിൽ അസോസിയേറ്റ് ചെയ്തിരുന്നത്. ഈ സ്ഥാപനം ആക്ച്വലി IRDയുടെ പൂർണ്ണ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യും. അത് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ലൈസൻസ്ഡായിട്ട് മാറും. ഇതുവരെ ഇപ്പോൾ ഉള്ള നിലവിൽ ബ്രോക്കിങ്ങിൻ്റെ ലൈസൻസാണ് നമുക്കുള്ളത്. ബ്രോക്കിംഗ് ലൈസൻസാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇൻഷുറൻസുമായിട്ട് നമ്മളെല്ലാം ചെയ്യുന്നതെന്ന് പറയാൻ കാരണം. പിന്നെ ഇതിൻ്റെ അകത്ത് വെറും ഒരു ഇൻഷുറൻസിൻ്റെ സ്ഥാപനം, അതായത് ബ്രോക്കിങ്ങിൻ്റെ സ്ഥാപനം എന്നുള്ളതല്ലാതെ, നമ്മളൊരു കസ്റ്റമർ വന്നാൽ പോളിസി എടുത്താൽ അന്ന് തൊട്ട് കസ്റ്റമറിൻ്റെ എൻറ്റയർ ഇൻഷുറൻസ് ജേണി, അതായത് ഇൻഷുറൻസ് ജേണി ഞാൻ പറയാൻ കാരണം, വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാം. ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഏജന്റുമാരടുത്ത് എവിടെ പോയി എടുത്താലും നേരെ ഫയൽ കൊണ്ട് അവിടെ കൊടുത്തേന്ന് പറയുക, ഇൻഷുറൻസ് ഓഫീസിൽ കൊടുത്തേക്ക് പോയി. ഇത് അവിടെ ഒന്നും പോകണ്ട, എല്ലാം എവിടെയാണ്. നമുക്ക് അതിനുള്ള പെർമിഷനും ഫെസിലിറ്റീസും എല്ലാം ഈ പറഞ്ഞ 2 കമ്പനിയും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം 7000 വണ്ടിയോളം ഒരു മാസം നമ്മൾ യുണൈറ്റഡിൽ തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ മാത്രം ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഫെസിലിറ്റീസ് നോക്കണം. നമ്മൾ ഇത്രയും നമുക്കിവിടെയുള്ള ഏറ്റവും കൂടുതൽ ടീം ഉള്ളത് ക്ലെയിം നോക്കാനാണ്. കാരണം ഏറ്റവും കൂടുതൽ ആവശ്യം അവിടെയാണ്. കാരണം സർവീസിനാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ. ആ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സർവീസിന് ആളിട്ടേക്കുന്നത്. ടീം ഹെഡ് ചെയ്യാൻ ഒരാളുണ്ട്. അതിന് മാത്രമല്ല, ഫീൽഡിൽ നമുക്ക് ചില സമയത്ത് നമ്മൾ ബ്രാഞ്ചിൽ നേരിട്ട് പോയിട്ട് സംസാരിക്കുന്നുണ്ടാകും. ഫീൽഡിൽ നമ്മൾ ആളുണ്ട്. ഏറ്റവും അടുത്ത ബ്രാഞ്ചിലോട്ട് പോകാനായിട്ട് ആളുണ്ടാവും. നമ്മൾ കൂടുതലും ഡീലർഷിപ്പായിട്ടുള്ള ബിസിനസ് ആയതുകൊണ്ട് ഡീലർഷിപ്പ് നോക്കാൻ വേണ്ടി നമുക്ക് ടീമുണ്ട്. ടെലികോൾ ചെയ്യാൻ ടീമുണ്ട്. ടെലികോളിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ബിസിനസ് പ്രൊക്യൂർ ചെയ്യാനുള്ള ടെലികോളിംഗ് അല്ല, മറിച്ച് നമുക്ക് ക്ലെയിം വന്നു കഴിയുമ്പോൾ ആ കസ്റ്റമറിനെ നമ്മൾ വിളിച്ച്, ഇപ്പോൾ ചില ഡോക്യുമെന്റ്സ് തരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കസ്റ്റമറിന് എടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ ഡോക്യുമെന്റ്സ് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് മേടിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്വൈസ് ചെയ്യും.
എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ A to Z ഓഫീസാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട A to Z പ്രോബ്ലംസ് മുഴുവൻ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എടുത്ത പോളിസി ആണെങ്കിലും അല്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. എല്ലാ അഡ്വൈസും എല്ലാം കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും കൊടുക്കും. ഇതിപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്നത്തെ ദിവസത്തെ കാര്യം പറഞ്ഞാൽ 6 പോളിസീസ് ഡൽഹിയിലുള്ളൊരു ഒരു ബ്രോക്കറിന്റെ പോളിസിയാണ്. ആ പോളിസീസിന് ഇവിടെ നിന്ന് അവർക്ക് ആർക്കും സപ്പോർട്ട് കിട്ടാനുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയിൽ ഇത്ര എക്സ്പീരിയൻസ് ആണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരെയും ടോപ്പ് ഒഫീഷ്യൽസ് നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് ആ ഒരു ബന്ധം വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ 2 സൊല്യൂഷൻ കിട്ടി, ബാക്കി 4 ഇന്നും നാളൊക്കെ ആയിട്ട് കിട്ടും. അങ്ങനെയാണ് നമ്മൾ. അല്ലാതെ നമ്മൾ ചെയ്ത പോളിസീസിന് മാത്രം നമ്മൾ സപ്പോർട്ട് അങ്ങനെയില്ല. സാധാരണ ഒരു ഏജൻസി കോൺസെപ്റ്റിൽ കാണുന്നത് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലപോലെ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബ്രോക്കേഴ്സാണ് നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ എല്ലാവരും ഒരു കിടത്ത് ഞാൻ ഒരിക്കലും പെടുത്തുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും A to Z ചെയ്യും. പിന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ വീണ്ടും പറയാം, നമുക്ക് പല കമ്പനികളായിട്ട് നമുക്ക് ചെയ്യാം. ഞങ്ങൾ കൂടുതലും താല്പര്യപ്പെടുന്നത് പബ്ലിക് സെക്ടർ കമ്പനിയിൽ ചെയ്യാനാണ്. നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഏതൊക്കെ ആൾക്കാരെടുത്ത് പോയാലും നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഏജന്റ് എടുത്ത് പോയാലും അവർ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് പബ്ലിക് സെക്ടർ ആയിരിക്കില്ല. കാരണം അവർക്ക് കൂടുതൽ അതിനകത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതിന് മാത്രമല്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു മാരീഡ് ആയ ആൾ പെട്ടെന്ന്, അതായത് ഒരു 25 വയസ്സിലോ അല്ലെങ്കിൽ 30 വയസ്സിനകത്ത് കല്യാണം കഴിച്ചു, എപ്പോഴല്ലോ കല്യാണം കഴിച്ച ആ സമയത്ത് തന്നെ 45 ഇയേഴ്സിനുള്ളിൽ ഇൻഷുറൻസ് എടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ഫാമിലിക്ക് ബേസിക് ആയിട്ടൊരു കവറേജ് എടുത്താൽ മതി. ഒരു 3 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ ഇത് എല്ലാ കവറേജും കിട്ടും. ഇപ്പം ചില കമ്പനിക്കൊക്കെ ഓവർസീസ് ട്രീറ്റ്മെന്റ് എന്നും പറഞ്ഞിട്ടൊരു കവറേജ് വരുന്നുണ്ട്. ഇപ്പം ഇതിനകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 10 ലക്ഷം രൂപയുടെ കവറേജ് ആയിരിക്കും എടുക്കുന്നുണ്ട്, 20 ലക്ഷം രൂപയുടെ കവറേജ് ആയിരിക്കും എടുക്കുന്നത്. ഓവർസീസ് ട്രീറ്റ്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിന്ന് മേടിക്കുന്ന പൈസ അതുപോലെയാണ്. നമ്മളൊന്നും വിദേശത്ത് പോയൊന്നും ചികിത്സിക്കാൻ പോകുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ചികിത്സകൾ തന്നെയാണ് വിദേശത്ത് പോകുന്നത്. അപ്പം നമുക്ക് 10 ലക്ഷത്തിന് സഫീഷ്യന്റ് എല്ലാം തോന്നിയാൽ, അല്ലെങ്കിൽ 5 ലക്ഷത്തിന് സഫീഷ്യന്റ് എല്ലാം തോന്നിയാൽ, ഈ 10 ലക്ഷം എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ 10,000 രൂപ 15,000 രൂപയുടെ പ്രീമിയം വരുന്നിരിക്കട്ടെ. ഇതേ 10 ലക്ഷത്തിന് ശേഷം നമുക്കൊരു ടോപ്പ് ഒരു 9 ലക്ഷത്തിന് 1 കോടി രൂപ എടുത്തു, നിങ്ങൾ 2,000 3,000 രൂപ എക്സ്ട്രാ വരത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ ഈ 10,000 കണക്കിന് രൂപ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യാതെ നമ്മൾ കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യും. പിന്നെ ചിലർ പറയും അങ്ങനെയല്ല, പ്രൈവറ്റും മതി, നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ പ്രൈവറ്റിന് ദോഷമാണെന്നല്ല പറയുന്നത്. പ്രൈവറ്റുകാർ തീർച്ചയായിട്ടും ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ പ്രൈവറ്റുകാർ നല്ല ബെനിഫിറ്റിലായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് എല്ലാ ഹോസ്പിറ്റലിലും ക്യാഷ്ലെസ് കൊടുക്കാനുള്ളതുകൊണ്ട് നിയമമാണ്, അത് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടറാണ് ദ ബെസ്റ്റ്. കാരണം അവർ നമുക്ക് എഴുതി തരുന്നത് നമ്മൾ ഡോക്യുമെന്റ് ഉള്ളവർ കറക്റ്റായിട്ട് ഇതാക്കും. അല്ലാതെ ഇൻവെസ്റ്റിഗേഷന് വന്നിട്ട് അങ്ങനെയില്ല ഇങ്ങനെയില്ല ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ കിട്ടും. അത് പ്രൈവറ്റിനാണെങ്കിലും കിട്ടും, പബ്ലിക്കിനാണെങ്കിലും കിട്ടും. പക്ഷെ പ്രൈവറ്റുകാരിൽ ചില ആൾക്കാർ ഈ ഡിക്ലറേഷനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർ ഹോസ്പിറ്റലിലേക്ക് കഴിയുമ്പോൾ നമ്മുടെ റൂമിൽ വന്ന് നമ്മുടെ അവസ്ഥ എന്താണോ, നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി എന്താണെന്നോ ഒന്നും ചിന്തിക്കാതെ നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും വെരിഫൈ ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ നമ്മുടെ മെന്റലി നമ്മളെ ഹരാസ് ചെയ്യുന്ന തുല്യമായി മാറും. ഇതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ പബ്ലിക് സെക്ടറിൽ പിടിക്കുന്നത്. നമുക്കത് മതി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻഷുറൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം, കാരണം രോഗങ്ങളെല്ലാം കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം പറയാം. എൻ്റെ ഫാദറിലായിട്ട് ഒരു ബൈപ്പാസ് ചെയ്യേണ്ടി വന്നപ്പോൾ നമ്മൾ ആദ്യം പോയി മെഡിക്കൽ കോളേജ് തന്നെയാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. നമ്മൾ ഈ ഓഫീസ് സെറ്റിങ്ങിനാണോ നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ BPL കാർഡോ അങ്ങനെയുള്ള കാർഡുകളൊന്നും ഇല്ലാത്ത ആൾ, സാധാരണ വെള്ളക്കാർഡ് അല്ലെ പിങ്ക് കാർഡ് അല്ലെ ബ്ലൂ കാർഡ് അങ്ങനെയാണല്ലോ റേഷൻ കാർഡ്. നമ്മളവിടെ ചെന്നപ്പോൾ നമ്മളോട് പറഞ്ഞു 1,87,000 രൂപ ബൈപ്പാസ് ചെയ്യാൻ മെഡിക്കൽ കോളേജിലെ കോസ്റ്റാണ് പറഞ്ഞത്. ഇത് നമ്മൾക്ക് പാടാണ് അല്ലേ, സാധാരണക്കാരുടെ കുടുംബത്തിന് പാടാണ്. നമ്മൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ പൈസ നമുക്ക് സ്പെൻഡ് ചെയ്താലും ആടിന് കടം മേടിച്ച് കൊടുത്താൽ തിരിച്ചു കിട്ടും നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് ഇല്ലാതെ പോകുന്നത് മണ്ടത്തരമാണ്. അതുപോലെ നമ്മൾ ഈ 2 വീലറിന്റെയും 4 വീലറിന്റെ ഇൻഷുറൻസിന്റെ പറഞ്ഞില്ലേ, അത് എല്ലാ വാഹനങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ടാക്സി അങ്ങനെയുള്ള ഏത് വാഹനത്തിനും നമുക്ക് ചെയ്യും. ഇപ്പൊ ഏത് വാഹനത്തിനും ചെയ്യും. ഇപ്പൊ നമുക്ക് സപ്പോസ് ഇപ്പം ഒരു വണ്ടിയുടെ കാലാവധി കഴിഞ്ഞു പോയെന്നിരിക്കട്ടെ, അതിനിവിടെ വന്നാൽ മതി, നമുക്ക് ചെയ്തു കൊടുക്കാം. നമുക്ക് അതിന് ഇൻസ്പെക്ഷൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നമുക്ക് ചെയ്തു കൊടുക്കണം. അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം നമുക്കുണ്ട്. അപ്പം പുതുപ്പള്ളി ഇങ്ങനൊരു സ്ഥാപനം എങ്ങനെയായൊരു കാഴ്ചപ്പാട്? പുതുപ്പള്ളിയിൽ ഇങ്ങനെ അത് ഞാൻ പറയട്ടെ, പുതുപ്പള്ളിയിൽ ഇങ്ങനൊരു സ്ഥാപനം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. കാരണം ഇൻഷുറൻസ് ഏജൻസ് ഒത്തിരി ഉണ്ട്. പക്ഷെ പുതുപ്പള്ളിയിൽ ഇങ്ങനൊരു സ്ഥാപനം വേണമെന്ന് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അത് വേണം. എന്നാന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട് വിട്ടുപോകുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇതില്ല പറഞ്ഞത് ശരിയാ. ഞാനും ഒരു 10 കൊല്ലം മുമ്പ് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് വിദേശത്ത് പോകാൻ. എൻ്റെ സഹോദരങ്ങളെല്ലാം വിദേശത്താണ്. അപ്പം ഞാനിപ്പോൾ രക്ഷപ്പെട്ടെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ എൻ്റെ ജീവിത നിലവാരം മാറിയിട്ടുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ജീവിത നിലവാരം എനിക്ക് മാറ്റാൻ ഒത്തിട്ടുണ്ട്. അപ്പം അതൊരു സക്സസ് ആണ്. ആ സക്സസ് എന്തുകൊണ്ട് പുതുപ്പള്ളിയിലായിക്കൂടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, സ്റ്റാർട്ടപ്പായിട്ട് രജിസ്റ്റർ ചെയ്ത്
അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാൻ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് കാര്യങ്ങൾ പോയാൽ നാളെ ഞാൻ എക്സ്റ്റൻഡ് വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റൻസ് എല്ലാം, പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ തന്നെ സെല് ചെയ്യാൻ തുടങ്ങും. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ ഓണർഷിപ്പിൽ സെല് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മളിതൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് എനിക്ക് മാറണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം നമുക്ക് പുതുപ്പള്ളിയിൽ ഒത്തിരി പേരുണ്ട് തൊഴിൽ കൊടുക്കുന്നില്ലെന്നല്ല, അതിലും ഒരുപക്ഷെ കൂടുതൽ എനിക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഇതിന്റെ ഇനാഗ്രേഷൻ സമയത്ത് നമ്മുടെ MLA ചാണ്ടി ഉമ്മൻ പറഞ്ഞായിരുന്നു പുതുപ്പള്ളിയിൽ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് സംരംഭമാണ്. കാരണം അദ്ദേഹത്തിന് ഇതുപോലെയാണ് കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനം പുതുപ്പള്ളി വരുന്നപ്പോഴത്തേന് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുകയും ചെയ്തു. പുതുപ്പള്ളി ഇങ്ങനെ തുടങ്ങാൻ ഇങ്ങനെ ഒരു മനസ്സ് തോന്നിയതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ ഇവിടെ ഇപ്പം എത്ര സ്റ്റാഫുണ്ട് ഉദ്ദേശം? നമുക്കിപ്പം നിലവിൽ 16 സ്റ്റാഫ് നമുക്കുണ്ട്. കുറച്ച് പേര് ഫീൽഡിലുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പം നിലവിലിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മുടെ ക്ലെയിം സപ്പോർട്ട് ടീമാണ്. പിന്നെ പോളിസി ഇഷ്യൂവൻസിന് വേണ്ടി കുറച്ച് പേരുണ്ട്. നമ്മൾ ഇനിയും കൂടുതൽ ആൾക്കാരെ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഈ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വേണ്ടത്. അതിന് ഞങ്ങൾ ഓപ്പറേഷൻ സ്റ്റാഫെന്നോ അല്ലെങ്കിൽ ഇൻസൈഡ് സെയിൽസ് എന്ന് പറയും. ഞങ്ങൾ ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നത് ലാർജ്ലി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ കൂടുതലും ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് പോലുള്ള പ്രോഡക്ട്സ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ തന്നെ നമ്മൾ പണ്ടത്തെ ഒരു LIC ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന പൈസ തിരിച്ചു കിട്ടുമെന്നുള്ള ചോദ്യത്തിലാണ് പോകുന്നത്. അതിനുവേണ്ടി ഇൻഷുറൻസ് എടുക്കരുത് ദയവ് ചെയ്ത്. അത് ഇൻഷുറൻസ് അല്ല. ഇൻഷുറൻസിൽ പൈസ അടച്ചാൽ അത് ഇൻഷുറൻസ് കവറേജ് ആയിട്ട് വെക്കുക. അതിൻ്റെ ടേം പോളിസി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് എടുക്കുക. ഇപ്പോൾ സാധാരണ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആൾക്കാർക്ക് 25-50 ലക്ഷം രൂപ എടുക്കാൻ ഒരു പാടുമില്ല. 3000-4000 രൂപ പ്രീമിയം എടുത്തുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അത് എത്ര സാധാരണക്കാരാണെന്ന് പറഞ്ഞാലും നമ്മൾ 15-20 കൊല്ലം മുമ്പുള്ള ലൈഫ് സ്റ്റൈലല്ല. നമ്മുടെ നാട് മാറിയ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. നാളെ ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇല്ലെങ്കിൽ, എൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ, എൻ്റെ കുടുംബം ജീവിക്കണമെങ്കിൽ അവർക്ക് ആ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ആയിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് മുകളിൽ താഴോട്ട് വരുമ്പോഴാണ് മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങൾ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഫിനാൻഷ്യൽ സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ ഒത്താല് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പം ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് 1 കോടി രൂപയുടെ കവർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. 1 കോടി രൂപയ്ക്ക് എനിക്ക് 11,000 രൂപ ഞാൻ അടയ്ക്കുന്നുള്ളൂ. എൻ്റെ കാര്യം പറയുകയാണ്. അപ്പം അതിൽ 11,000 രൂപ അടയ്ക്കേണ്ടതിൽ താത്തടയ്ക്കുന്ന അടച്ചു. പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു അധിക ബാധ്യതയായിട്ടാണ് മിക്കവരും കരുതുന്നത്. അതൊരു ആവശ്യം വരുന്ന സമയത്ത് മാത്രമാണ് ഇതിനെപ്പറ്റി നമ്മുടെ ചുറ്റുമായിട്ട് നോക്കിയാൽ മതി. ഇപ്പം ഭാര്യ വരുമാനമുള്ള അല്ലെങ്കിൽ ഭർത്താവ് വരുമാനമുള്ള ആൾക്കാർ, ഭർത്താവ് മരിച്ചുപോയ ആൾക്കാരുണ്ടാവും. ഒരു കൂലിപ്പണിക്കാരനായിക്കോട്ടെ, ഞാൻ ഒരു വലിയൊരു സംഭവമായിട്ട് പറയുന്നില്ല. അവിടെയൊക്കെ ജീവിത നിലവാരം ഒന്ന് നോക്കി അവരെങ്ങനെയാണ് കഷ്ടപ്പെട്ടായിരിക്കും ജീവിക്കുന്നത്. ഇപ്പം നേരെ മറിച്ച് ഒരു 300 രൂപയോ 400 രൂപയോ മാസം മാറ്റാൻ ഒത്തിരുന്നെങ്കിൽ അവർക്ക് കിട്ടുന്ന 30-40 ലക്ഷം രൂപ കൊണ്ട് അറ്റ്ലീസ്റ്റ് അവരുടെ ഫാമിലി, കുടുംബത്തിന്, പിള്ളേരുടെ വിദ്യാഭ്യാസം നടന്നു പോകത്തില്ല. അതൊന്നും ചിന്തിച്ചു വയ്ക്കുക. ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ ദൂരെ എങ്ങും പോകാൻ പോകുന്നില്ല. ഇവിടെ തന്നെ അതിന് നമ്മൾ കുറച്ച് ആൾക്കാരെ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പുതുപ്പള്ളിക്കാർക്ക് അത് എത്രമാത്രം? തീർച്ചയായിട്ടും പുതുപ്പള്ളിക്കാരെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇച്ചിരി ദൂരെയുള്ള ആൾക്കാർക്ക് വരാം, അന്നൂടെ നല്ലതായിട്ട് ആൾക്കാരാണ് നമ്മൾ എടുക്കില്ലെന്നില്ല. പക്ഷെ പുതുപ്പള്ളിക്കാർക്ക് ഒരു താല്പര്യം കൊടുക്കാൻ കാര്യം നമ്മുടെ നാട്ടിലുള്ളവർക്ക് ജോലി കിട്ടട്ടെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ പ്രസ്ഥാനം തുടങ്ങിയത് ഒരു പ്രയോജനം. എത്ര വേക്കൻസി ഉണ്ട് ഏകദേശം നമുക്ക് ഒരു 3 മാസത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 20 പേരെ ഹയർ ചെയ്യാനാണ്. 20 മാസം എന്ന് പറയുന്നത് മാക്സിമം ഒരു മെയ് എൻഡോട് കൂടി. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ആളെ കിട്ടും അത്രയും. നമ്മൾ ഈ 3 മാസം വെക്കുന്നതിന് ആള് വരാനുള്ള ഒരു താമസം. നമുക്ക് എത്ര പേര് നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ വരും നമുക്കറിയാം. നമ്മൾ പലയിടത്തും നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം ഇന്ന് ഒരാളെ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ആൾക്കാർ വരുന്നത് നമ്മൾ നല്ലതാണെന്ന് തോന്നി അതാണ് ജോലി ചെയ്യാൻ മനസ്സുള്ള ആരെയും നമ്മൾ എടുക്കും. അതിന് ക്വാളിഫിക്കേഷന്റെ ഒരു ഇതല്ല. മലയാളം സംസാരിക്കാത്ത ആരും മലയാളികളായിട്ടില്ലല്ലോ. വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. സാധാരണ നമ്മളിപ്പം ഇങ്ങനെ ഒരു സ്ഥാപനത്തിലൊക്കെ എല്ലാം ചിന്തിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ടൊരു കാര്യമില്ല. കഴിവുള്ള പിള്ളേർക്ക് ജോലി കൊടുക്കുക. ഇപ്പം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കഴിവില്ല. ഇപ്പൊ ടെണ്ടുൽക്കറിന്റെ കാര്യം പറഞ്ഞ പോലെ ടെണ്ടുൽക്കറിന് എന്നാ വിദ്യാഭ്യാസം ഇല്ല, പക്ഷെ ആശാന് കഴിവില്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ കഴിവ് മതി. ജോലി ചെയ്യാനുള്ള മനസ്സ് വേണം, കഴിവുണ്ടാവും. ആ മനസ്സുണ്ടാവുന്നെങ്കിൽ ഉറപ്പായിട്ടും കഴിവുണ്ടാവും. ബാക്കി ട്രെയിനിങ് ഒക്കെ ഞങ്ങൾ കൊടുത്തോളാം. ട്രെയിനിങ്ങുള്ള സെറ്റപ്പ് നമ്മളിവിടെയൊക്കെ ചെയ്തിട്ടേക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി ഒന്നും പുറത്തു പോകേണ്ടവരല്ല. ഇവിടെ ആൾ വന്നുകൊണ്ട് ട്രെയിൻ ചെയ്തോളൂ. ഞാനേ ഒരു ട്രെയിനറാണ്, ഞാൻ ട്രെയിൻ ചെയ്യും. ഒരാൾക്കും നമ്മൾ അവൈലബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് ആൾക്കാരാണ്. അപ്പൊ നമ്മളെ ഒന്ന് പരിചയപ്പെടില്ല, കാരണം മിക്കവരും ഇത് ആരാ തുടങ്ങിയത് എന്നൊന്നും അറിയില്ല. അപ്പൊ എവിടെ താമസിക്കുന്നത്? അത്യാവശ്യം പുതുപ്പള്ളിക്കാരെ കുറെ പേർക്കൊക്കെ എന്നെ അറിയാമെന്നായിരിക്കും. എൻ്റെ വീട് ഞാനിപ്പോൾ താമസിക്കുന്നത് വെട്ടത്തവലയിലാണ്. എൻ്റെ വീട്, എൻ്റെ ഒഫീഷ്യൽ നെയിം തോമസ് മാത്യു എന്നാണ്. എൻ്റെ വീട്ടിലെ പേര് ജിജോ എന്നാണ്. പക്ഷേ ജിജോ എന്നായിരിക്കും പലരും എന്നെ അറിയപ്പെടുന്നത്. പക്ഷേ തോമസ് മാത്യു എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം. ഞാൻ
ഏകദേശം 21 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. അതിൽ 1 വർഷം മാത്രമാണ് ഞാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ളത്. ബാക്കി മൊത്തം ഞാൻ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലായിരുന്നു. അതിൽ ഒരു 2013 വരെ ഞാൻ ഇൻഷുറൻസ് കമ്പനികളിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം ഞാൻ ഹീറോ മോട്ടോകോപ്പ്, അതായത് ഹീറോ ഹോണ്ടയില്ലേ, അവരുടെ ഇൻഷുറൻസിൻ്റെ ഒരു ഏജൻസി ബ്രോക്കിംഗ് ലൈസൻസ് ഉണ്ട്, ബ്രോക്കിംഗ് ഫേം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഏകദേശം 9 വർഷത്തോളം ഞാൻ അവിടെ സൗത്ത് ഇന്ത്യ ഹെഡ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഈ ടോപ്പ് ഒഫീഷ്യൽസ് ഒക്കെ ആയിട്ട് പരിചയം. നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനത്തിലായപ്പോഴത്തേക്കും നമുക്ക് ഇൻഷുറൻസ് ഓഫീസിലെ എല്ലാം ടോപ്പ് ഒഫീഷ്യൽസ് ആയിട്ട് പരിചയമുണ്ട്. ഒരുമാതിരിപ്പെട്ട MD വരെ നമുക്കറിയാം, എന്നെ അറിയാം, നമുക്കും അറിയാം. അതിനുശേഷം ഞാൻ ഗുർഗാവിലായിരുന്നു, സ്റ്റാർട്ടപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയായിരുന്നു. അവിടെ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് കോൺസെപ്റ്റും ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റാർട്ടപ്സ് ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്തത്. അത് ഞാൻ ഓൾ ഇന്ത്യ ഹെഡ് ചെയ്യുമായിരുന്നു. രണ്ട് കമ്പനിയിലൂടെ വർക്ക് ചെയ്തു 4 കൊല്ലത്തിനിടയിൽ. 2 കമ്പനിയിൽ ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ ഡീലർഷിപ്പ് ബിസിനസ്സും അല്ല റീറ്റെയിൽ ബിസിനസ്സും ഹാൻഡിൽ ചെയ്യുന്നു. ഏകദേശം ഒരു കമ്പനിയിൽ ഏകദേശം 96 പിള്ളേർ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ആയിട്ട്. അപ്പോൾ അത്രയും നല്ല ടീം നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതിനുശേഷം നമുക്കെന്നാൽ സ്വന്തമായിട്ട് തുടങ്ങാൻ ഓർത്ത് ഇങ്ങനെ പോകുന്നു. കാരണം യാത്ര ചെയ്ത് മടുത്തുകൊണ്ട് നാട്ടിലോട്ടേക്ക് പോകും. വൈഫും ഇതിൻ്റെ അകത്ത് തന്നെ വൈഫ് ഇൻവോൾവ് ആണ് ഇതിൻ്റെ അകത്ത്. വൈഫിന് ആക്ച്വലി വേറൊരു ഫോം ഉണ്ട്, അഷ്വർഡ് അസിസ്റ്റൻസ് സർവീസ് എന്ന് പറഞ്ഞാൽ. അതിനകത്താണ് നമ്മൾ റോഡ് സൈഡ് അസിസ്റ്റൻസ്, എക്സ്റ്റൻഡഡ് വാറണ്ടി പോലുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത് വൈഫിൻ്റെ പേരാണ് ആ സ്ഥാപനം. വൈഫാണ് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത്. കുട്ടികൾ 2 പേരുണ്ട്. മൂത്ത ആള് 12ാം ക്ലാസ്സിലാണ്, മെരിയിലാണ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ആള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ലൂസിൽ പഠിക്കുന്നത്. അപ്പം ഇത് പുതുപ്പള്ളിക്കാർക്ക് ഒരുപാട് പേർക്ക് ഒരു തൊഴിലവസരമാകട്ടെ, അതുപോലെ തന്നെ ഇത് മുന്നോട്ട് ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നല്ലത് തന്നെ. ഏറ്റവും കുറഞ്ഞത് നമുക്ക് അടുത്ത വർഷം നമ്മൾ ഇതേ സമയത്ത് ഇവിടെ മീറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് ഒരു 70 സ്റ്റാഫ് ഉണ്ടാവുന്നതാണ് എൻ്റെ ആഗ്രഹം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും ഞാനിത് പറയുന്നത് ശരിയാണോ അല്ലെങ്കിലും ടേൺ ഓവർ വൈസ് നമ്മൾ കഴിഞ്ഞ ഒരു 8 മാസത്തെ മാത്രം എടുത്താൽ നമ്മൾ ഏകദേശം 30 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനമാണ്. വരുമാനം വൈസ് നമ്മൾ ഗുഡാണ്, ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിളാണ്. ഇതുവരെ നമുക്ക് ലോണോ കാര്യങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല. വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മൾ റണ്ണിങ് കോസ്റ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ അങ്ങനെ ഹെവി മാർജിനൊന്നും കീപ്പ് ചെയ്തത്. അതാണ് നമ്മൾ പബ്ലിക് സെക്ടർ എടുക്കുന്നത്. പബ്ലിക് സെക്ടറിന് ഇത്ര കമ്മീഷനുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ആരും നമ്മൾ അവരെ പറ്റിച്ചു എന്ന് പറയില്ല. 90% വരെ 4 വീലറിന് ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് പ്രൈവറ്റ് കാറിന്. ഏത് പ്രൈവറ്റ് കാറിന് 90% വരെ. അതുപോലെ തന്നെ മറ്റുള്ള വണ്ടികൾക്ക് എല്ലാത്തിനും 80%, 90% ഡിസ്കൗണ്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് കസ്റ്റമർ ബെനിഫിറ്റ് കൊടുക്കുന്നത്. കസ്റ്റമർ പിന്നെ ഓർക്കും ക്യാഷ്ലെസ് കിട്ടത്തില്ല, ഞാൻ ഓടി നടക്കേണ്ട വരത്തില്ല. വേണ്ട, എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ ചെയ്ത് കൊടുത്താണ്. അപ്പം പോളിസി എടുക്കുന്നത് തന്നെയല്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഇവിടെ വന്നാൽ മതി എന്നുള്ളതാണ് അല്ലേ? അതുപോലെ നമ്മുടെ ഈ വീടുകളിലൊക്കെ ഒരുപാട് ഈ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ ആൾക്കാരിപ്പം വെളിയിലല്ലേ, മിക്കവരും വെളിയിലൊക്കെ അല്ലേ, അന്നേരം അവർ പോളിസി എടുക്കാനും അതിന്റെ ഡേറ്റ് തീർന്നു അങ്ങനെയുള്ളതൊക്കെ അവർ കോൺടാക്ട് ചെയ്തെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഒരു കുഴപ്പമില്ല, ചെയ്ത് കൊടുക്കുക. അതിന് വണ്ടി നമുക്ക് റൂട്ട് ഇറക്കാതെ കൊണ്ടുവരാന്നുള്ളതാണല്ലോ നമ്മൾ അവിടെ ചെയ്യും. വീട്ടിൽ ചെന്ന് ഈ ലൊക്കാലിറ്റിയിലുള്ള നമുക്ക് കോട്ടയം ജില്ലയിൽ എവിടെയാണ് നമുക്ക് ചെല്ലാനുള്ളത്. ബാക്കിയുള്ള ജില്ലകൾ നമുക്ക് ഉള്ള ആളുകളെ വെച്ച് നമ്മൾ ഓപ്പറേറ്റ് ഇല്ലെന്നല്ല. നമ്മളിപ്പം അങ്ങനെയുള്ള കേസ് ഡയറക്റ്റ്ലി വരുന്ന ഇവിടെ വരത്തുള്ളൂ. നമുക്ക് നേരിട്ട് അവിടെ ചെന്ന് അവർക്ക് പേടിയുണ്ട്, വണ്ടിയായിട്ട് പോളിസി എടുക്കാൻ അങ്ങോട്ടൊക്കെ പോകേണ്ടി വരുമോ എന്നൊക്കെ ഒരു പേടി. ഒന്നുമില്ല, ഇൻസ്പെക്ഷൻ എടുക്കുക. കാരണം ഇത് റിസ്ക് ആണ്. കാരണം നമ്മുടെ സമയം നല്ലതാണ്. അവിടെ നിന്ന് വീട്ടിൽ ഇറക്കി ഇൻഷുറൻസ് ഓഫീസിൽ പോകുമ്പോഴേക്കും വണ്ടിക്ക് എന്തെങ്കിലും പറ്റുന്നത് ഒന്നും വേണ്ട, പോലീസുകാർക്ക് എണിച്ചാൽ മതി. കാരണം അവർക്കിപ്പോൾ എല്ലാം അറിയാം, എല്ലാം വെർച്വലാണ്. നമ്മൾ ജസ്റ്റ് നമ്പർ ഇട്ടാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്, അവർക്കറിയാം. അതിന്റെ ആവശ്യമില്ല, നമ്മൾ ചെയ്യുന്നുള്ളത്. ഈ ടാക്സി വാഹനങ്ങൾക്ക് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. ടാക്സിക്കും ചെയ്യുന്നുണ്ട്, നമ്മൾ ഓട്ടോയ്ക്കും ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഓട്ടോക്കാരോട് എനിക്ക് പ്രത്യേക ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ, തേർഡ് പാർട്ടി പ്രീമിയത്തിന് ഒരു മനുഷ്യനും ഒരു സർക്കാരും ഒരു ഇൻഷുറൻസ് കമ്പനി ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. ആരെങ്കിലും നിങ്ങൾ അങ്ങനെ സമീപിക്കുന്നുണ്ടെങ്കിൽ ആ പോളിസിയുടെ പ്രോപ്പർ പോളിസിയാണെന്ന് തീർച്ചയായിട്ടും ഒരുപാട് ഇങ്ങനെ കമ്പനികൾ ചീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം പല നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പേഴ്സണലി അറിയാവുന്ന ഒരു കാര്യം സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. അതായത് ഞാനിത് നമ്മൾ ഇപ്പം വണ്ടി നമ്പർ, എൻജിൻ നമ്പർ, ചേസ് നമ്പർ ഇതെല്ലാം കറക്റ്റ് ആയിരിക്കും, ഒരു ഓട്ടോയുടെ ആയിരിക്കും. പോളിസി അടിക്കുമ്പോൾ അത് വരുന്നത് ചിലപ്പോൾ ബൈക്കിൻ്റെ ആയിരിക്കും. 7,000 രൂപയുടെ സ്ഥാനത്ത് 1,000 രൂപ പോലും ആയില്ല. എന്നിട്ട് ബാക്കി മൊത്തം എഡിറ്റ് ചെയ്ത് നിങ്ങളിലോട്ട് തന്നാൽ നിങ്ങൾ അറിയില്ല. ശരിയാ, നിങ്ങൾ അറിയില്ല. നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്താലും കറക്റ്റാണ്. നിങ്ങളുടെ വണ്ടി ഡീറ്റെയിൽസ് ഉണ്ട്, പോലീസുകാരൻ നോക്കിയാലും നിങ്ങളുടെ വണ്ടി ഡീറ്റെയിൽസ് ഉണ്ട്. ക്ലെയിം വന്നാൽ നിങ്ങൾക്ക് പണി കിട്ടും. നമ്മളോട് അങ്ങനത്തെ വെഹിക്കിളിന്റെ സ്ഥാനത്ത് മാത്രമേ ഇവര് വേറെ ഐഡന്റിറ്റി ചെയ്ത് കയറ്റി അല്ലേ? കൂടുതലും ഈ ഇൻഷുറൻസ് കമ്പനികളല്ല ഇത് ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനി പല അത് നമുക്ക് ഇന്ന ഏജന്റ് ഒന്നും പറയാനും പറ്റത്തില്ല. കൂടുതലും നമ്മൾ നോക്കിയ കേരളത്തിലുള്ളവരല്ല ഇത്. കേരളത്തിലുള്ളവർ എന്റെ സബ് എടുത്ത് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ ഇതിനൊന്നും പോകാതെ അതുകൊണ്ടാണ് നമ്മൾ പബ്ലിക് സെക്ടറിൽ ചെയ്യുന്നത്. വരുമാനം കുറവാണ്, നാട്ടുകാർക്ക് പറയാം കമ്മീഷൻ കുറവാണ്. നമ്മൾ ഈ കമ്മീഷൻ കൂടുതൽ മേടിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്നുള്ളൊരു തോന്നൽ ആർക്കും വേണ്ടതല്ല. നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെ. അല്ല, പൊതുജനത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പോളിസിയുടെ പറയുമ്പോൾ ലാഭം നോക്കി പോകുന്ന സത്യമായിട്ട്
ഞാൻ മുമ്പേ പറഞ്ഞൊരു കാര്യം പറയാം. അതിന് കാരണം എന്നാണെന്നറിയോ? ഇൻഷുറൻസ് IRDA ഏറ്റവും കൂടുതൽ പ്രീമിയം കൂട്ടുന്ന ആദ്യം കൂട്ടുന്ന ഈ ഓട്ടോക്കാരെ ടാക്സിക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ട് അവർക്കെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് വണ്ടി ഓടി മുതലാക്കുക എന്ന് ഇച്ചിരി പാടാണ്. അപ്പൊ എവിടെ എന്ത് ലാഭം കിട്ടുമെന്നുള്ളവർ നോക്കുന്നില്ല. അവരെ തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇത് സത്യമായിട്ടുള്ള പോളിസിയാണ്, കറക്റ്റ് പോളിസിയാണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാന്നുള്ളത് എന്നെപ്പോലുള്ള ആൾക്ക് പോലും പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് പോളിസി മതി, ഇൻഷുറൻസ് ഓഫീസർ മതി എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മളിത് ഏത് ഇൻഷുറൻസ് കമ്പനി, ആ ഇൻഷുറൻസ് കമ്പനി പോയി ചോദിച്ചാലും പോളിസി ലൈവാന്നേ പറയത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇത് 2 വീലറിന്റെ ആണോ എന്ന് എടുത്ത് ചോദിക്കാനും പോകുന്നില്ല. നമുക്കറിയത്തില്ല. ഇത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല കമ്പനികളും, എനിക്ക് പേര് പറഞ്ഞാൽ അത് ശരിയാകാത്തതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. ഞാൻ പേഴ്സണലി ഇവിടെ പറഞ്ഞാലും പല പേരുകളും എനിക്കറിയാം. ഒരുപാട് ആൾക്കാരോട് ഇത് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. പോളിസി ആയിട്ടുള്ള ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. നമ്മൾ അതിലൊന്നും പോകാൻ, ഞങ്ങൾ അതിലൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തേർഡ് പാർട്ടിയുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ആ എമൗണ്ട് നമ്മൾ മേടിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഗ്യാരണ്ടി ചെയ്യും. ഈ വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് നേരിട്ട് വന്നാൽ മതി. നേരിട്ട് വരാം. നമ്മളൊരു ഒരു ദിവസം ഞാൻ നേരത്തെ കൂട്ടി ഒന്ന് അറിയിക്കാം. ഒരു ദിവസം നമുക്ക് വേണ്ട ഒരു വാക്കിംഗ് ഡ്രൈവ് ഒരു പെർട്ടിക്കുലർ ദിവസം എടുത്തിട്ട് നമ്മൾ നേരത്തെ കൂട്ടി ഒന്ന് പറയാം. ഞാൻ ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പം ഈ നമ്മളിപ്പോ വീഡിയോ കാണുമ്പോൾ തൊട്ട് ആൾക്കാർ ഇത് തിരക്കുമ്പോഴത്തേന് അവർക്ക് ഡയറക്റ്റ് വിളിച്ച് ഇതിന്റെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ അങ്ങനെ വല്ലതും നമുക്ക് അന്നേരം കൊടുക്കാം. ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത തിങ്കളാഴ്ച ദിവസം നമ്മൾ ഫുൾ ഡേ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി മാത്രം മാറ്റി വെക്കാം. അടുത്ത തിങ്കളാഴ്ച ദിവസം ഇപ്പൊ നമ്മൾ ഇത് കാണുന്ന ഒത്തിരി പേരുണ്ടാവും. അടുത്ത തിങ്കളാഴ്ച ദിവസം നമ്മൾ ഫുൾ ഡേ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി മാറ്റി വെക്കാം. എല്ലാവർക്കും വിളിക്കാം. അത് നമുക്ക് അത്രത്തോളം വേക്കൻസീസ് ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് മെയിൽ ഫീമെയിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് മെയിൽ ആണ് ഫീമെയിൽ ആണ്, ഈ പറഞ്ഞ പോലെ കഴിവുണ്ടെങ്കിൽ സ്മാർട്ട് ആണ്, വർക്ക് ചെയ്യാൻ പ്രശ്നം ഏജ് ഒരുപാട് ഏജ് ഒന്നും നമ്മൾ അങ്ങനെ നോക്കുന്നൊന്നുമില്ല. എക്സ്പീരിയൻസ് അങ്ങനെ ഏജിന് പറഞ്ഞാൽ ചിലപ്പോൾ സാഹചര്യം കൊണ്ട് ജോലി കിട്ടാത്തവരായിരിക്കാം. പക്ഷെ ഈ പറഞ്ഞവർക്കും ജോലിയുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ നോക്കാൻ തയ്യാറാണ്. ഇവിടെ ഒത്തിരി പ്രായമായിട്ടല്ല, 60 വയസ്സ് 70 വയസ്സുള്ളവര് എടുത്തിട്ടില്ല. എങ്കിലും 40-50 വയസ്സുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. 40 വയസ്സുള്ള 45 വയസ്സുള്ള അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതല്ലേ നമ്മൾ പ്രായമല്ലല്ലോ, നമുക്കത് മനസ്സാണ്. ജോലിയുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ട്സ് കിട്ടും. ഇവർക്ക് ശമ്പളം മാത്രമല്ല, ഇൻസെന്റീവാണ്. എനിക്ക് എന്റെ അറിവിൽ ശമ്പളത്തിന്റെ കൂടെ ഇൻസെന്റീവ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ കുറവാണ്. ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. ശമ്പളം കൊടുക്കുമ്പോൾ ഇൻസെന്റീവ് കൊടുക്കും. ശരി. അപ്പൊ ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഇതിന്റെ വീഡിയോയ്ക്ക് തന്നെ കൊടുത്തേക്കാം. കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. കൊടുത്തിട്ട് അവര് 20 വേക്കൻസി ഉണ്ടല്ലേ? നിലവിൽ 20 വേക്കൻസീസ് നമുക്കുണ്ട്. അതിന് ആവശ്യത്തിനുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. ശരി, വളരെ ഉപകാരം. നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഓഫീസും കൂടെ കാണാം. അതിമനോഹരമായ ഒരു ഓഫീസാണ്. അപ്പം ഇവിടെ ഞാൻ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉടൻ തന്നെ വിളിക്കുക. 20 വേക്കൻസി ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പുതുപ്പള്ളിക്കാർക്കുള്ളൊരു സുവർണ അവസരമാണ്. അപ്പോൾ ഇത് പാഴാക്കാതിരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്.